എല്ലാവർക്കും സോമി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ സൗദിയിലൊരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു കൊഞ്ച് കറി ഉണ്ടാക്കാമെന്ന്. വെറും കറിയല്ല, തേങ്ങ അരച്ചൊരു കൊഞ്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വെക്കാം. 1/2 കിലോ വൃത്തിയാക്കി വെച്ച കൊഞ്ച്, അരമുറി ചിരകിയ തേങ്ങ, ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, 2 കീറിയ പച്ചമുളക്, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, 2 പുളി വെള്ളത്തിലിട്ടത്. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ചിരകി വെച്ച അരമുറി തേങ്ങ എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. പിന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 2 കീറിയ പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ടുള്ള പാത്രം സ്റ്റൗവിൽ വെക്കാം. ഞങ്ങളിവിടെ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. മൺചട്ടി വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഉലുവ, കടുക് എന്നിവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. അതൊന്ന് മൂത്തൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കീറിയ പച്ചമുളകും, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമുക്കതിൽ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പുളിയും വെള്ളം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കറി ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ സൈഡ് ഡിഷായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.